നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള ചെടികൾ നട്ടു വളർത്താറുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില സസ്യങ്ങളുണ്ട്. അതിൽപ്പെടുന്ന ഒന്നാണ് കറ്റാർവാഴ അഥവാ അലോവേര എന്ന് പറയുന്നത്. ജ്യോതിഷപരവും വാസ്തുപരവുമായിട്ടുള്ള വിശ്വാസങ്ങളിൽ അലോവേര അഥവാ കറ്റാർവാഴ ഒരു ശുഭസസ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരുപാട് ഗുണങ്ങൾ സമ്മാനിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു അലോവേര എന്ന് പറയുന്നത്. അത് ആരോഗ്യപരമായിട്ടാണെങ്കിലും നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലൊക്കെയും അത് പരിഹരിക്കാനായിട്ട് അലോവേര ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ചെടിയാണ് അലോവേര എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അലോവേര നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് മുകളിൽ കെട്ടുന്നത് വഴി നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചും, അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും ഈ ഒരു കാര്യം ചെയ്യുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്നിരുന്നാലും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്യേണ്ട ശരിയായ രീതിയും, അതുപോലെ തന്നെ ഇത് കെട്ടേണ്ട ശരിയായ ദിവസത്തെയും കുറിച്ച് പറയാമോ എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചില വീടുകളിലെങ്കിലും ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. ഇന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഒരു വീട്ടിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു കർമ്മമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അലോവേരയ്ക്ക് ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹം ആകർഷിക്കുന്ന ശക്തി ഉണ്ടെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് ധനം, സൗന്ദര്യം, ഐശ്വര്യം, ദാമ്പത്യ സൗഖ്യം എന്നിവയുടെ കാരകനായതിനാൽ അലോവേര വളർത്തുന്നത് വീട്ടിൽ ഐശ്വര്യത്തിന്റെ അന്തരീക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. വീട്ടിലെ നെഗറ്റീവ് ഊർജം കുറച്ച് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. വീട്ടിലെ അലോവേര ഉണ്ടെങ്കിൽ ശുഭ ഊർജം നിലനിൽക്കാൻ സഹായിക്കും എന്നുള്ളത് വാസ്തുവിലും പറയുന്നുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും സമാധാനവും വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സസ്യമാണ് അലോവേര. അതുപോലെ തന്നെ ഒരു വീട്ടിലെ സാമ്പത്തിക തടസ്സങ്ങൾ ക്രമേണ മാറ്റി ധനപ്രവാഹം മെച്ചപ്പെടുത്തുന്ന ഒരു സസ്യമായിട്ടും അലോവേരയെ കണക്കാക്കാറുണ്ട്. ദൃഷ്ടിദോഷം, അസൂയ, നെഗറ്റീവ് സ്പന്ദനങ്ങൾ എന്നിവയിൽ നിന്ന് വീടിനെ സംരക്ഷിക്കുന്ന ഒരു സസ്യം തന്നെയാണ് കറ്റാർവാഴ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു വീട്ടിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ചെടികളിൽ ഒന്നാണ് കറ്റാർവാഴ എന്നുള്ളത്. ഇനി ഈ കറ്റാർവാഴ നമ്മൾ നട്ടു വളർത്തുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മുന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ കറ്റാർവാഴ നട്ടു വളർത്തുന്ന സമയത്ത് വളരെ വൃത്തിയോടും ശുചിത്വത്തോടും കൂടി നട്ടു വളർത്തണം. ചുമ്മാ അങ്ങ് നട്ടു വളർത്തിയത് കൊണ്ട് കാര്യമില്ല. നമ്മൾ തുളസി ചെടിയൊക്കെ പരിപാലിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വേണം കറ്റാർവാഴയും പരിപാലിക്കാനായിട്ട്. അഴുക്ക് വെള്ളം കൊണ്ട് മറിക്കുക, വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ വളർത്തുക, അങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കറ്റാർവാഴ നട്ടു വളർത്തുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഫലം നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ വീട്ടിൽ അതുമൂലം ശരിയായ രീതിയിൽ പരിപാലിക്കാത്ത കറ്റാർവാഴ ഉണ്ടാവുന്നത് നെഗറ്റീവ് സ്വാധീനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ നട്ടു വളർത്തുന്ന സമയത്ത് കൃത്യമായിട്ട് പരിചരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ നോക്കി വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ കറ്റാർവാഴ നട്ടു വളർത്തുന്ന സമയത്തും അതിന് ദിശ ശ്രദ്ധിക്കേണ്ടത്, അത് ഏത് ദിശയിൽ വളർത്തണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് അലോവേര വയ്ക്കുന്നത് ശുഭകരമാണ്. ഇത് വാസ്തുവിൽ പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നതും വളരെ നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കറ്റാർവാഴയുടെ പ്രാധാന്യവും, അതുപോലെ തന്നെ അതിനെ എങ്ങനെ പരിപാലിക്കണം, അതിൻ്റെ കൂടെ ഏതൊക്കെ ചെടികൾ നട്ടു വളർത്താം, ഏതൊക്കെ ചെടികൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഉൾഭാഗത്ത്, അതല്ലെങ്കിൽ പുറം ഭാഗത്തായാലും നിങ്ങൾക്ക് വയ്ക്കാം, മെയിൻ ഡോറിന്റെ തൊട്ട് മുകളിലായിട്ട് കറ്റാർവാഴ കെട്ടി വയ്ക്കാറുണ്ട്. വളരെ വളരെ ശുഭകരമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് സ്വാധീനമുണ്ടെങ്കിൽ, ദൃഷ്ടിദോഷം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിലുള്ളവരുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിൽ മനസമാധാനക്കുറവ്, അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗബാധിതരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഇതൊക്കെയും പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അപ്പോൾ ആ ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ മെയിൻ ഡോറിന്റെ തൊട്ടു മുകളിലായിട്ട് കറ്റാർ വാഴ കെട്ടിത്തൂക്കുക എന്നുള്ളത്. ഇത് ചെയ്യേണ്ടതിനൊരു രീതിയുണ്ട്. ആദ്യം തന്നെ അതിനെക്കുറിച്ച് പറയാം. അതായത്, നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴ തൈ ഉണ്ടെങ്കിൽ അതിൽ നിന്നും തീരെ ചെറുതാവാൻ പാടില്ല, എന്നാൽ ഒരുപാട് വലുതും വേണ്ട. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു കറ്റാർ വാഴ വേരടക്കം പൊരിച്ചെടുക്കുക. നമ്മൾ കറ്റാർ വാഴയുടെ തണ്ടല്ല കെട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലീഫല്ല നമുക്ക് വേണ്ടത്. ഒരു ചെടി തന്നെയാണ് വേണ്ടത്, ഒരു തൈ തന്നെയാണ് വേണ്ടത്. നമുക്കറിയാം, കറ്റാർ വാഴ നമ്മൾ ഒരു തൈ കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകൾ പൊട്ടിമുളച്ചു തുടങ്ങും, അല്ലെ? അപ്പോൾ അങ്ങനെ പൊട്ടിമുളക്കുന്ന തൈകളിൽ നിന്ന് ഒരല്പം വലിപ്പമുള്ള, ഒരുപാട് വലുതാവാൻ പാടില്ല, എന്നാൽ തീരെ കുഞ്ഞിയും വേണ്ട, മീഡിയം വലിപ്പത്തിലുള്ള ഒരു കറ്റാർ വാഴ പൊരിച്ചെടുത്ത് അത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുക. കഴുകാനായിട്ട് പാടില്ല. ഈ കഴുകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേരൊക്കെ കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് നല്ല രീതിയിൽ ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കാം. അതും നല്ല വൃത്തിയിലുള്ള കറ്റാർ വാഴയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഈ ഇലയിലേക്ക് മണ്ണൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ, അതിൻ്റെ ഏതെങ്കിലും ഒരു ഇലയുടെ മുകളിലായിട്ട് ഒരല്പം മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഓരോ പൊട്ട് കുത്തി കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ ഡോറിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു ആണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹുക്കോ എന്തെങ്കിലും ആക്കിയിട്ട് അവിടെയാണ് നമ്മളിത് കെട്ടി തൂക്കേണ്ടത്. അത് വീടിൻ്റെ പുറത്താണെങ്കിൽ പുറത്ത് ചെയ്യാം, ഉൾഭാഗത്താണെങ്കിൽ ഉൾഭാഗത്ത് ചെയ്യാം. കറ്റാർ വാഴ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് കെട്ടേണ്ടത്. അത് നടുഭാഗത്തായിട്ട് നമ്മൾ ഒരു ആണിയിൽ ഒരു ചരട് ഉപയോഗിച്ച് കെട്ടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഒരുപാട് വലുത് വേണ്ട എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊട്ടിയ ഇലകളുള്ളത്, മുറിഞ്ഞുപോയ ഇലകളുള്ളത്, തീരെ മോശമായിട്ടുള്ള കറ്റാർ വാഴ ഇതൊന്നും എടുക്കാനായിട്ട് പാടില്ല. നല്ല രീതിയിലുള്ള ഒരു കറ്റാർ വാഴ തന്നെ എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ കറ്റാർ വാഴ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടും പലരും ഇങ്ങനെ ചെയ്യാറുണ്ട്. ആ ഒരു ദോഷത്തിന്റെ കാഠിന്യം പോലെ ഇരിക്കും നമ്മുടെ കറ്റാർ വാഴയുടെ നിൽപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ കെട്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് അവിടെ തന്നെ വെക്കരുത്. അത് മാറ്റി പുതിയ ഒരെണ്ണം വീണ്ടും കെട്ടുക. ഇങ്ങനെ 1, 2, 3 ഒക്കെ കെട്ടുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നല്ല രീതിയിൽ ഒന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ നല്ല രീതിയിൽ നമ്മുടെ കറ്റാർ വാഴ നിൽക്കുന്നത് കാണുന്ന സമയത്ത് മനസ്സിലാക്കുക ആ ദോഷങ്ങൾ പതിയെ കുറഞ്ഞു വരികയാണ് എന്നുള്ളത്. നിങ്ങളുടെ വീട്ടിൽ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, ചിലപ്പോൾ വീട്ടിലൊരു ഐക്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാവാം, കടബാധ്യതകൾ ഉണ്ടാവാം, എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം, ഒരു സ്വസ്ഥതയില്ലായ്മ അല്ലെങ്കിൽ മനസ്സിനൊരു സുഖമില്ലാത്തൊരു സാഹചര്യമൊക്കെ വീടിനുള്ളിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രത്തോളം നെഗറ്റീവ് സ്വാധീനം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത്? ഇത് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് അമാവാസി ദിവസമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അമാവാസി ദിവസം ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള വൃത്തിയോടും ശുദ്ധിയോടും കൂടെ വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഒരു കറ്റാർ വാഴ പൊരിക്കുന്നത് മുതൽ വൃത്തിയോട് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രമേ കറ്റാർ വാഴ പൊരിക്കാനായിട്ട് പാടുള്ളൂ. കെട്ടുന്നതും അതുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ കെട്ടുന്ന സമയത്ത് നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും പൂർണ്ണ ശുദ്ധിയോടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ അമാവാസി ദിവസം ഇത് ചെയ്യാവുന്നതാണ്. ഇനി അമാവാസി ദിവസം കഴിയുന്നില്ല എന്നുള്ളവർക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. മഹാലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിക്കുന്ന ദിവസമായിട്ടാണ് നമ്മൾ വെള്ളിയാഴ്ചയെ കണക്കാക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് വെള്ളിയാഴ്ച തന്നെ കെട്ടാം. അതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. മറ്റുള്ള ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അമാവാസി ദിവസവും വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ചെയ്യാം. എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ അമാവാസി ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു അമാവാസി ദിവസം കെട്ടി 2 ദിവസം കൊണ്ട് തന്നെ അത് ചീഞ്ഞു പോയി അല്ലെങ്കിൽ കെട്ടുപോയി, ആ ദിവസം തന്നെ നിങ്ങളത് റിമൂവ് ചെയ്യുക, കഴിക്കുക. അതവിടെ നിന്ന് അഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തൊട്ടടുത്ത വെള്ളിയാഴ്ച വീണ്ടും കെട്ടാവുന്നതാണ്. നിങ്ങൾ അഴിക്കുന്നത് ഒരു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആണെങ്കിലും വെള്ളിയാഴ്ച വരെ കാത്തു നിൽക്കുക പുതിയത് കെട്ടാനായിട്ട്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അലോവേര കെട്ട് കഴിഞ്ഞാൽ നമ്മളത് ഊരിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനായിട്ട് പാടില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ ഒരു വളം പോലെ നമുക്കത് കൊണ്ടുപോയിട്ട് ഇടാം. ചില ഘട്ടങ്ങളിൽ നമ്മളത് വലിച്ചെറിയുന്നത് സമയത്ത് നമ്മൾ വിചാരിക്കും ആ ഒരു നെഗറ്റീവ് സ്വാധീനമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്, അതുകൊണ്ട് അത് വലിച്ചെറിയാം. പക്ഷെ അത് നമുക്ക് വീണ്ടും ദോഷഫലങ്ങൾ സമ്മാനിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ വളരെ പ്രാധാന്യത്തോടെ കാണുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇത് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ ഉത്തരം നൽകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കെല്ലാവർക്കും പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അല്ലെ ഒരു പരീക്ഷണാർത്ഥമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഫലം ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടായാലും നിങ്ങൾക്കിത് ചെയ്യാം. സ്വന്തം വീട്ടിലെ കറ്റാർ വാഴ തന്നെ വേണം എന്നില്ല. അപ്പം അങ്ങനെ മറ്റൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് എങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ കറ്റാർ വാഴയല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് കുടഞ്ഞതിന് ശേഷം വീടിനുള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി.